ഗുഡ് മോർണിംഗ്. നമ്മുടെ മൈഗ്രെയിൻ്റെ മൂർധന്യാവസ്ഥയൊക്കെ കടന്നു കിട്ടി കേട്ടോ. ഇപ്പം അത്യാവശ്യം സഹിക്കാൻ പറ്റുന്ന പെയിനൊക്കെ ഉള്ളൂ. അപ്പോൾ തല പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കരുതെന്ന എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര പോകണമല്ലോ. നമുക്കിന്ന് പത്തനാപുരത്ത് വരെ ഒന്ന് പോയിച്ചു വരാം. അപ്പോൾ മൈഗ്രെയിൻ വന്ന് വട്ട് പിടിച്ച സമയത്ത് കമ്മലൊക്കെ ഊരി മാറ്റി വെച്ചേക്കുമായിരുന്നു. നമുക്ക് അതൊക്കെ ഒന്ന് ഇടാം. ഓക്കെ. ഇത് ഞാൻ പുനലൂരിൽ നിന്ന് പുതിയതായിട്ട് വാങ്ങിയ റിങ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം. മൈഗ്രെയിനൊക്കെ ഒരു പകുതി ആയതിൻ്റെ ആഘോഷം നമുക്ക് റിങ്സ് ഇട്ട് തീർക്കാം. ഓക്കെ. നമുക്കിനി നമ്മുടെ സെക്കൻഡ് സ്റ്റഡ്സ് ഒക്കെ ഇടാം. മൈഗ്രെയിൻ വന്ന സമയത്ത് കാതിൽ കമ്മലൊക്കെ കിടക്കുന്ന ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. കാതിൽ കമ്മൽ കിടക്കുന്നതെന്നല്ല, ശബ്ദം കേൾക്കുന്നതും വെളിച്ചം കാണുന്നതും ഫോൺ റിങ് ചെയ്യുന്നതും എന്തിനും ഫോണിലൊരു മെസ്സേജിൻ്റെ ടോൺ കേട്ടാൽ പോലും ഫോൺ തല്ലി പൊട്ടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഇറിറ്റേഷനായിരുന്നു. എന്തായാലും ഇപ്പം എല്ലാം ഓക്കെ ആയി. സെക്കൻഡ് സ്റ്റഡ് ഇട്ടു. ഇത് തേർഡ് സ്റ്റഡാണ് കേട്ടോ. ചിലരെന്നോട് ചോദിക്കാറുണ്ട് മൂക്ക് കുത്താത്ത എന്താന്ന്. കാത് വേണമെങ്കിൽ ഒന്നുകൂടെ കുത്താൻ ഞാൻ തയ്യാറാണ്. മൂക്ക് കുത്താൻ എനിക്ക് പേടിയാണ്. ഊരി വെച്ചിട്ട് ആകെ 3-4 ദിവസമേ ആയുള്ളൂ. പക്ഷേ കാതൊക്കെ അടഞ്ഞ മട്ടായി. വലിയ പാടുപെട്ടു ഈ തേർഡ് സ്റ്റഡ് അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട്. നല്ല പെയിൻ ഉണ്ടായിരുന്നേ. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിക്കയറ്റി. മൈഗ്രെയിൻ കുറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഇതിൻ്റെ വേദനയും അതിൻ്റെ വേദനയും എല്ലാം കൂടെ അനുഭവിക്കേണ്ടി വന്നേനെ. എങ്ങനെയുണ്ട്? ഭംഗിയില്ലേ? എൻ്റെ ദൈവങ്ങളെ, ഈ മൈഗ്രെയിൻ വന്നതിന് ശേഷം ഇന്നാണ് ഞാൻ എന്നെ കുറച്ചെങ്കിലും ഒരു ലുക്കിൽ കണ്ണാടി കാണുന്നത്. മറ്റേത് കണ്ണും മുഖമൊക്കെ നീര് വെച്ച് ആകെപ്പാടെ ഒരു പേക്കോലമായിരുന്നു. ഇന്ന് വലിയ തിരക്കേടില്ല കാണാൻ അല്ലേ? കമ്മലൊക്കെ ഇട്ട് പൊട്ടും കുത്തി ചന്ദനക്കുറിയും തൊട്ട് സുന്ദരിയായിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ഷെഡിൽ വന്നിരിക്കുക കേട്ടോ. ബസ് നോക്കി ഇറങ്ങി വരുന്ന വഴി ഇടയ്ക്ക് വിശക്കുമ്പോൾ തിന്നാൻ ചേട്ടൻ്റെ വൈഫ് തന്ന ആപ്പിളാട്ടോ. അങ്ങനെ ബസ് സ്റ്റോപ്പിലിരുന്ന് റീലും എടുത്ത് ആപ്പിളും തിന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബസ് വന്ന് നിർത്തി. ഞാൻ കണ്ടില്ല. പിന്നെ ഓടിച്ചാടി കയറി വിൻഡോ സീറ്റ് പിടിച്ചു. വിൻഡോ സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോൾ 2 റീലൊക്കെ എടുക്കാൻ തോന്നും. എന്നാൽ പിന്നെ ഇൻസ്റ്റയിൽ 2 റീലൊക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 റീലൊക്കെ ഷൂട്ട് ചെയ്തു. പത്തനംതിട്ട ഫാസ്റ്റാട്ടോ കിട്ടിയേ. അപ്പോൾ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പത്തനാപുരം ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങാൻ പറ്റും. പുനലൂരിൽ നിന്ന് ഇറങ്ങി കയറണ്ട. അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. ഇത് ആര്യങ്കാവിലോട്ട് പോകുന്ന ബസ്സാട്ടോ ഞങ്ങളെ പാസ് ചെയ്ത് പോയത്. ഒന്നര മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് നമ്മൾ പത്തനാപുരത്ത് എത്തി കേട്ടോ. പത്തനാപുരം ബസ് സ്റ്റാൻഡാണിതേ. ഇവിടുന്ന് എനിക്ക് പോകേണ്ടത് മാലൂരോട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു ഓട്ടോയിൽ കയറി മാലൂരോട്ട് യാത്ര തിരിച്ചു. ഓക്കെ. ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ. 1 വർഷം കംപ്ലീറ്റ് ആയി കേട്ടോ ഞാനിവിടേക്ക് വന്നിട്ട്. ആഫ്റ്റർ 1 ഇയർ ഇന്നാണ് വീണ്ടും മാലൂരേക്ക് എത്തുന്നത്. ഫൈനലി നമ്മൾ പത്തനാപുരത്തെ നമ്മുടെ കുഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വീടൊന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് വന്നത്. 1 വർഷമായി ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട്. മൊത്തം കാടായി. അകത്തൊക്കെ ഫുള്ള് പൊടിയും വേസ്റ്റും എൻ്റെയും അമ്മയുടെയും ഡ്രസ്സുകൾ ഫുള്ള് എലി കടിച്ച് മുറിച്ചതും ഒക്കെ ആയിട്ട് വീട് നിറഞ്ഞു കിടക്കുമായിരുന്നു. ഞാനും വീടിനടുത്തുള്ള എൻ്റെ ഫ്രണ്ട് കൂടെ കേട്ടോ ക്ലീനിങ് ഫുള്ള് ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് വിശന്നപ്പോൾ അവൾ പോയി കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നാണ് ഈ ഉഴുന്നുവടയും ചായയും. ഒരു ചായയിൽ നിൽക്കുമല്ലോ അത്യാവശ്യം നമ്മുടെ വിശപ്പൊക്കെ. രാത്രി മൊത്തം വേസ്റ്റാണ് ഗൈസ്. ഇവളിരുന്ന് അണ്ടം കോമഡി അടിക്കുക ഗൈസ്. എന്നെ ചായ കുടിക്കാനോ ഉഴുന്നൂടെ തിന്നണം സമ്മതിക്കുന്നില്ല. ഇവള് പണ്ടേ അങ്ങനെ. ഇവക്ക് ചായ കുടിക്കുന്ന കാണുമ്പോൾ ഇവക്ക് ഭ്രാന്ത് വരും. ഇതാട്ടോ എൻ്റെ 5 നില കൊട്ടാരം ഫ്ലാറ്റ് ബില്ലയാ. വിൽക്കാൻ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് പ്രിങ്കു. ഫ്ലാറ്റ്
ഗെയ്സ് ഇവള് സത്യമായിട്ട് ഇവിടുന്ന് അണ്ടം കോമഡി അടിക്കുക. ഇവക്ക് തലയ്ക്ക് ഭ്രാന്താണ് ഗെയ്സ്. അതാണ് അതാ ഇപ്പൊ കാണുന്നവരൊക്കെ പറയുന്നുണ്ട് ചെറിയ രീതിക്ക് എവിടൊക്കെയോ എന്തൊക്കെയോ. ഈ ഉഴുന്നുവട തിന്ന് തീരുന്നവരെ ഇവിടെ ഭ്രാന്ത് ഞാൻ സഹിക്കണമല്ലോ എന്ന് ഓർക്കുക. അപ്പൊ ചായ ആരും പറയും ചായ കുടിക്കാൻ ഒരു തിണ്ടിയുടെ ആവശ്യം എനിക്കില്ല, ഞാൻ കുടിച്ചിരിക്കും. ഞാൻ പട്ടിണി കിടന്നാലും ചായ ഞാൻ കുടിക്കും മുടങ്ങാതെ, അല്ലേ ഗൈസ്? പകുതി മതി. ഉള്ള എണ്ണയെല്ലാം കൂടെ എനിക്ക് തന്ന് തീറ്റിക്കും ഇവളെ. എന്തിനാന്നറിയാവോ? എന്റെ മുഖത്ത് മുഖക്കുരു വന്ന് എന്റെ ഗ്ലാമർ കുറയാൻ. ഇവക്ക് അസൂയാണ് ഗൈസ്. ഇതിലെ എണ്ണ എടുത്താൽ ഇതിലെ നിങ്ങളിതൊന്നും കേൾക്കണ്ട. ഇതിലെ എണ്ണ എടുത്ത 2 ഉഴുന്നുവട പറക്കാനുള്ള എണ്ണ ഉണ്ടെന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത്. വൈറലാക്കണം പോലും ഇവളെ യൂട്യൂബിലിട്ട് വൈറലാക്കാൻ പറഞ്ഞതാ. കണ്ടോ ഡീസന്റ് ആയിട്ടിരിക്കും. ഇത്രയും നേരം ഇവിടെ കിടന്ന് വീട് തലകുത്തനെ മറിച്ചവളാ. വീഡിയോ ഓണാക്കി ചേപ്പു മുഖം കാണിച്ചോണ്ടേ ആള് സൈലന്റ് ആയതാ ഗെയ്സ്. ഇവളിങ്ങനൊന്നും അല്ല, ഇത് ഇവളല്ല, ഇവള് വേറെ ഇവളാ. ഇവള് നല്ല ജോലിയെടുത്ത് ക്ഷീണിച്ചിരിക്കുമ്പോ ഇതുപോലെ കടുപ്പത്തിൽ മധുരം കൂട്ടിയ ഒരു ചായ സെറ്റല്ലേ? അന്തസ്. അത് നല്ല മഴയുള്ളപ്പം, മഴയത്ത് പുറത്ത് മഴ പെയ്യുവാണേ ഗേസ്. ഇവിടെ എവിടുന്നോ അടിച്ചു പറ്റിക്കൊണ്ട് വന്നാണ് ഗേസ്. കുറെ ആള് തിരക്കി വരുന്നതായിരിക്കും. മിക്കവാറും ഇവിടെ കെട്ടിയിട്ട് ലേലു പറയിപ്പിക്കും. ഞാൻ ഇവിടുത്തെ ഒരു ചായ വേണമെന്ന് പറഞ്ഞു പോയി. എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാന്നുണ്ട്, മധുരത്തിലൊരു ചായ കുടിച്ചാൽ കൊള്ളാന്നുണ്ടെന്ന്. ഉടനെ പോയി ചായ ഒപ്പിച്ചോണ്ട് തന്നെന്തായാലും. സ്നേഹമുണ്ട് എന്റെ അല്ല എന്റെ കിഡ്നി വല്ലതും വേണോ? ഭയങ്കര സ്നേഹമാണല്ലോ ഇന്ന്. ഓക്കെ ബൈ ഗൈസ്, ചായ കുടിക്കട്ടെ. എന്നെ കൊണ്ട് നടുക്കിരുത്തിയേക്കാണ് ഗൈസ്. വേസ്റ്റിന്റെ ഇവളെന്നെ അടാറ് വേസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. ഇതാണ് എന്റെ സ്വന്തം കൊട്ടാരം. എല്ലാരും കണ്ടല്ലോ, പത്തനാപുരത്തെ കൊട്ടാരം. അത് കണ്ടോ ഗൈസ്? ഇതാണ് എന്റെ വീട്ടിലെ ആനക്കൂട്ടം. കണ്ടോ? ഉള്ള മനോരമയും മംഗളവും ഞാനയൊക്കെ വെട്ടി ഈ ഭിത്തിയിൽ ഒട്ടിപ്പായിരുന്നു എന്റെ പണ്ടത്തെ പണി. അതിൽ ഈ ഒരു സ്റ്റിക്കർ മാത്രം ബാക്കിയുള്ളപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. കണ്ടോ? കരി പിടിച്ച ഒയർ, ചിലന്തി വല പിടിച്ച ഒയർ. ഒരു ലോഡ് വേസ്റ്റ് വാരി കളഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ബാക്കി വാരിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അവസ്ഥ കേട്ടോ ഈ കാണുന്നേ. ഓൾമോസ്റ്റ് ഇവിടെ ഇരുന്ന ഡ്രസ്സും കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ നശിച്ചു. കാര്യം 1 വർഷമായി ഈ വീട് ഒന്ന് തുറന്നിട്ട്. കാറ്റും വെളിച്ചം ഒന്നും കയറാതെ നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടിരുന്നത് കൊണ്ട് ഇരുന്ന സാധനങ്ങൾ ഫുള്ള് കേടായിപ്പോയി. എല്ലാം വാരി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ കൊണ്ട് കളയാൻ മാത്രമേ ഇതൊക്കെ കൊള്ളത്തുള്ളൂ. ഒരു 80% ക്ലീനിങ്ങിന് ശേഷമുള്ള കോലം ഇതാട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അകവശമാണ് ഇത്. ഇതേ കണ്ടോ? പണ്ടത്തെ പലകനിരത്തും മച്ചും ഒക്കെയാണ് കേട്ടോ. ഈ വീടിൻ്റെ റൂഫിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ സെക്ഷൻ തിരിച്ചുള്ള ക്ലീനിങ്ങിൽ ഇനി ഇത്രയും ഭാഗം കൂടാണ് ഞങ്ങൾക്ക് ക്ലീൻ ആക്കാനുള്ളത് എന്ന് ശരിക്കും പ്രതീക്ഷിക്കാതെ വന്ന് ചാടിപ്പോയതാണ്. ഇത്രയും ടാസ്ക്കുള്ള പരിപാടീസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അറിയത്തില്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് വല്ലതും പറയാനുണ്ടോ? അങ്ങനെ രാവിലെ 11-11:30 തൊട്ട് തുടങ്ങിയ ക്ലീനിങ് അവസാനിച്ച് ഞങ്ങൾ വീടിന് പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം 4ഓളം മണിയായി കേട്ടോ. ബേക്കറി പോയി വല്ലതും കഴിക്കണം, സ്നാക്സോ ചായയോ എന്തെങ്കിലും കഴിക്കണം. ജീവൻ നേരെ നിർത്തണം, തിരിച്ച് ആര്യങ്കാവിലേക്ക് വിടണം, അവളെ പറഞ്ഞ് അവളുടെ വീട്ടിലും വിടണം. ഇത് കൊണ്ടയം മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ക്ഷേത്രമാണ്. മഴ തോർന്നിട്ടില്ല, അത്യാവശ്യം ചെറിയ രീതിയിൽ ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീടൊക്കെ പൂട്ടി ബസ്സിൽ കയറി നേരെ ഞങ്ങൾ വന്നത് പത്തനാപുരം അംബാസഡർ ബേക്കറിയിലാണ് കേട്ടോ. അംബാസഡർ ബേക്കറി എന്ന് കേട്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ. ഷവർമ അകത്താക്കണം, ചായ കുടിക്കണം, നേരെ വീട് പറ്റണം. ദേഹം ഫുള്ള് തല തൊട്ട് കാല് വരെ ഫുള്ള് പൊടിയും ചിലന്തി വലയും 2 ആളുടെയും. വിശന്ന് അണ്ടകടാഹം വരെ കത്തിയിരുന്ന ഞങ്ങളുടെ മുമ്പിൽ ഷവർമ കൊണ്ട് എത്തിച്ചത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. മാക്കെന്ന് കഴിച്ചു കേട്ടോ 2 പേരും. ഇത്രയും ഫാസ്റ്റിൽ ഷവർമ ഈ അടുത്തിടെയൊന്നും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. അത്ര സ്പീഡിൽ കഴിച്ചു. ഇത് ആശാട്ടിയുടെ സ്നേഹപ്രകടനം കേട്ടോ ഈ കാണുന്നേ. സോസ് ഒഴിച്ച് സ്നേഹം കാണിച്ചതാ.
അങ്ങനെ ഷവർമയൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടാളും രണ്ട് വഴിക്ക് പിരിഞ്ഞേട്ടോ. ഞാൻ ആര്യങ്കാവിലേക്കും അവൾ തിരിച്ച് പത്തനാപുരത്തേക്കും. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഇതേ കാര്യത്തിന് ഒരു മീറ്റപ്പ് ആവശ്യമുണ്ട്. അങ്ങനെ വീണ്ടും പത്തനാപുരത്തു നിന്ന് KSRTC ബസ്സിൻ്റെ വിൻഡോ സീറ്റ് പിടിച്ച് ഞാൻ ആര്യങ്കാവിലേക്ക്. ഇതിപ്പോൾ പുനലൂർ ബസ്സാണ്. പുനലൂർ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് അടുത്ത ബസ് കയറി വേണം എനിക്ക് ആര്യങ്കാവിൽ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ആര്യങ്കാവിലുള്ളതുപോലെ തന്നെ പത്തനാപുരം ഭാഗത്തുള്ള തടി ഡിപ്പോയാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു 10 വർഷം മുമ്പ് പത്തനാപുരം കോന്നി ഭാഗത്തൊക്കെയാണ് ഇത്തരത്തിൽ വലയിട്ട് ശ്വാസം മുട്ടിച്ചിട്ടുള്ള മരങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളത്. അന്ന് അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പം എൻ്റെ നാട്ടിലും വന്നു. ഈ വലയിട്ട് നിർത്തിയേക്കുന്നത് നമ്മുടെ റംബുട്ടാനാണ്. നാട് ഒട്ടുക്കെ ഇതിൻ്റെ സീസൺ ആയാലും മാർക്കറ്റിൽ ഇതിൻ്റെ വിലയ്ക്ക് ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. 350 തൊട്ട് 400 രൂപ വരെയാണ് ഇതിൻ്റെ റേറ്റ്. സേവനവാരം കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ദേഹം മൊത്തവും പൊടിയും ചെലന്തി വലയും എന്തൊക്കെയോ ആണ്. ഇത് എന്നെ കണ്ണാടി കാണുന്നു. അതാരാ ഗൈസ് ആ കുട്ടി? ഇത് രണ്ട് ഞാൻ. അപ്പോൾ ഓക്കെ. എൻ്റെ ദേഹമൊക്കെ ചൊറിയുന്നേ. അയ്യോ, ലോകത്തുള്ള പൊടി മൊത്തം എൻ്റെ ദേഹത്തും മുഖത്തും ഉണ്ട്. ഞാൻ പോയി കുളിക്കട്ടെ. ബൈ 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 ബൈ. അതാരാ അവിടെ നിന്ന് ബ്ലോഗ് എടുക്കുന്നേ? അപ്പോൾ ഓക്കെ, ടാറ്റ. നല്ല ചൂടുവെള്ളം ഉണ്ടാക്കി ഒരു കുളി അങ്ങ് പാസ്സാക്കി. തല കഴുകിയില്ല, മേൽ മാത്രം കഴുകിയുള്ളൂ. എന്തൊരാശ്വാസം. കുറേ പൊടിപടലങ്ങളും ജീവജാലങ്ങളും ഒക്കെ ഒഴുകിപ്പോയി ചൂടുവെള്ളത്തിൽ. എല്ലാം പോയ സ്ഥിതിക്ക് കോട്ടും സോക്സും ഒക്കെ ഇട്ട് കട്ടിലിൽ കയറി ബ്ലാങ്കറ്റിൻ്റെ അകത്തിരുന്ന് തണുത്ത് വിറച്ച് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനായിട്ട് ഐ എം വെയിറ്റിംഗ്. അപ്പോൾ ബൈ ഗൈസ്.